ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം പരിഗണിച്ച് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അത് ആവർത്തിച്ചുറപ്പിക്കുന്ന നിലയിലാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുയർന്നുകൊണ്ടിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ആശങ്കയുടെയും പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല രീതിയിലുള്ള പ്രചാരവേലകളും നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കേണ്ടായി. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ചില സമയത്ത് ഓർമ്മയുണ്ടാകും. അന്ന് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ബേപ്പൂർ മണ്ഡലങ്ങൾ തോൽക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മണ്ഡലത്തിൽ തോൽക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ സഖാവ് MM മണി തോൽക്കുമെന്ന് പറഞ്ഞു. ശൈലജ ടീച്ചർ തോൽക്കുമെന്നുള്ള സന്ദേശമാണ് അവർ നൽകിയത്. ഇങ്ങനെയുള്ള നിലപാടെല്ലാം അവരെടുത്ത സമയത്ത് ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുഭവമാണ്. അഖിലേന്ത്യാ തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ എക്സിറ്റ് പോളിൻ്റെ ഇതുപോലുള്ള വിശകലനങ്ങൾ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ വിശകലനം അതൊരു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും എന്ന് പറയാനുള്ള സാഹചര്യം അതാണ്. അതങ്ങൾ അവരോടാ ചോദിക്കേണ്ടത്. ആയിക്കോട്ടെ, അത് നാളെ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് CPM-നുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അതുകൊണ്ട് ഒരാശങ്കയുടെ പ്രശ്നം ഞങ്ങൾ ഭാഗത്തില്ല. അവർക്ക് 100-100-ലധികമോ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പന്തലിടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, അത് അവരാണ് വിശദീകരിക്കേണ്ടത്. അത് അവരുടെയൊക്കെ വരുന്ന ഒരാശങ്ക ഇതേതെങ്കിലും കാലത്തുണ്ട് ഇങ്ങനെ ഒരു ഏർപ്പാട് നടക്കല്. ഇനിയിപ്പം ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കണക്കുകൂട്ടൽ നടത്തി കഴിഞ്ഞാൽ ഓരോ മുന്നണിയും ഞങ്ങൾ തോൽക്കും അല്ലെങ്കിൽ ജയിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇത് അതിൻ്റെ അപ്പുറത്ത് കടന്ന് മുഖ്യമന്ത്രി വരെ ചർച്ച നടത്തുകയും മുഖ്യമന്ത്രിയെക്കുറിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന നിലപാട് UDF-ന്റെ കേന്ദ്രങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ലീഗ് പറയുന്നത് എന്താണോ കോൺഗ്രസ് പറയുന്നത് അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? അതുകൊണ്ട് അവർക്കെന്തോ തോൽക്കുമെന്നുള്ള ഒരു ആശങ്ക വന്ന സമയത്ത് അതിനെ മറികടക്കുന്നതിന് വേണ്ടി അവർ ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയമാനുസൃതമായി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടേ ഞങ്ങൾക്കുള്ളൂ. അതേ സന്ദർഭത്തിൽ ഇവിടെ മറ്റു രീതിയിലുള്ള ചില ഭീഷണികൾ ഉയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ തടയാനാണ് UDF കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തരത്തിലും കേരളത്തിൽ വിലപ്പോകുന്ന ഒരു കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയം കൈവരിച്ച് അധികാരത്തിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ അന്തരീക്ഷം. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത് അവിടെയാണെന്ന് വോട്ട് ചെയ്താൽ അത് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇത് മാത്രമല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതല്ലേ. ഇനി പോയാൽ അവിടെ താമസിക്കുന്നില്ലല്ലോ. അപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചും പോകുന്നില്ലേ? ഇപ്പോഴും തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പം നാളെ വോട്ടെണ്ണുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം അവിടെയല്ലേ. മുഖ്യമന്ത്രിയുടെ മണ്ഡലം അവിടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അവിടെ നിന്ന് വരും. വോട്ടെണ്ണുന്ന ദിവസമായതുകൊണ്ട് വോട്ടെണ്ണി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. MLA എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതെല്ലാവർക്കും കിട്ടും, ജയിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ട് പോവുക എന്നുള്ളതാണ് സാധാരണ നിലയിലുള്ള മര്യാദ. ഞങ്ങളൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഇങ്ങനെയാണ് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ
ഒരു സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ കമ്മീഷൻ തരും. കാൻഡിഡേറ്റ് ഇവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അവർ തരും. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോവുക എന്നുള്ളതാണ് സാധാരണ. അതാണ് നമ്മൾ അവിടെ ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അവിടെ ലെജിസ്ലേച്ചറിൽ ഡോക്യുമെൻ്റായി കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻ്റായി കൊടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സംഗതി. അല്ല, അതിൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിച്ചത് സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ നേതൃത്വം നല്ല കരുത്തുറ്റ നേതൃത്വമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുണ്ട്, CPIM-നുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു ആശങ്കയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ എക്സിറ്റ് പോളെല്ലാം, നിങ്ങളെല്ലാം വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്ന എക്സിറ്റ് പോൾ, അതിൻ്റെ ഫലപ്രഖ്യാപനം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന സമയത്തും മുഖ്യമന്ത്രി എന്നുള്ള പദവിയിലേക്ക് യോഗ്യൻ പിണറായി വിജയൻ എന്നല്ലേ എല്ലാ എക്സിറ്റ് പോളും പറയുന്നത്. അതെങ്ങനെ ഇത് രണ്ടും കൂടി ഒക്കുക? അപ്പം ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ഇതാണ് അംഗീകാരം. അപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിധിയെഴുത്ത്. അപ്പം മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അങ്ങനെ ഒരു വിധിയെഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ പ്രതിഫലിക്കും. വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രതിഫലിക്കും. അതാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അന്തരീക്ഷം. അതുകൊണ്ട് ഒരു ആശങ്കയുടെയും പ്രശ്നം ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രി ആരായണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയോ ആശങ്കയോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളത് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും. ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സമീപനമേ നമുക്ക് എടുക്കാൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ധാരണയുണ്ട്, പക്ഷേ പരാജയം നേരിട്ടാൽ പ്രതിപക്ഷ നേതാവ് ആരാവും എന്ന് പറയാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം വന്നിട്ടില്ല. അങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ആലോചിക്കും. അത്രയേ അതിൻ്റെ കാര്യമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടി വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പേരാമ്പ്ര ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ആരും ഇതുവരെ മനസ്സിലാക്കില്ലേ പേരാമ്പ്ര ഒരു ആശങ്കയില്ല എന്നുള്ളത്? ഞാൻ എപ്പോഴെങ്കിലും ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടോ പേരാമ്പ്രയിൽ? അല്ല, അവർ പറഞ്ഞോട്ടെ, അത് നാളെ അത് അവസാനിക്കല്ലോ. ഒന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ അത് തെറ്റായിക്കോട്ടെ, അത് നാളെ അവസാനിക്കല്ലോ. അപ്പം അതുകൊണ്ട് പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല വിജയം നേടാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഒരു അനുഭവം, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, എനിക്കുണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവായ വശവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. പൊതുവെ ജനങ്ങൾ അനുകൂലിക്കുന്ന നിലപാടാണുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് അനുകൂലമായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞങ്ങളെപ്പറ്റി ഒരു തെറ്റും പറയാനില്ല. ഞങ്ങൾ വികസന രംഗത്ത്, ഞാനവിടെ മത്സരിക്കുന്ന സമയത്ത് എന്നെപ്പറ്റി വികസനം ശ്രദ്ധിച്ചില്ലെന്നോ, വികസനത്തിൽ താല്പര്യമെടുത്തില്ല എന്നോ, വികസനത്തിൽ എന്തെങ്കിലും വിവേചനം കാണിച്ചു എന്നൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. വികസന കാര്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ അനുഭവമുള്ള ജനങ്ങളാണല്ലോ അവിടെയുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തുറയൂർ പഞ്ചായത്തിൽ ഞാൻ 2016 തെരഞ്ഞെടുപ്പിൽ കൊടുത്തൊരു വാഗ്ദാനമാണ്, ജയിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കും. ആ പഞ്ചായത്തിൽ കുടിവെള്ളമില്ല. ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്ന, എന്നിട്ട് അമ്മമാരും സഹോദരിമാരെല്ലാം നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥിതി മാറിയല്ലോ. എല്ലാ വീട്ടിലും വെള്ളം എത്തിയല്ലോ. എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് പാലിച്ചതാണ്. അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും? അത് ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പം വികസന രംഗത്ത് ഇതുപോലുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയം തിരിച്ചിട്ട് ആരോടെങ്കിലും വിവേചനം കാണിക്കുക എന്നുള്ള നിലപാട് അവിടെ സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കാൻ പോകുന്നില്ല. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടർന്നും അത്തരമൊരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ഞങ്ങൾ അതൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും അത് ചെയ്യരുതെന്ന് തന്നെയാണ്. കാരണം തല മുട്ടയടിച്ചിട്ട്
തലമൊട്ടയടിച്ച് തല മൊട്ടയായി പോയവരോട് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ അവര് മൊട്ട അടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. അല്ലാത്ത ആളുകൾ ഇപ്പൊ ഞാൻ മൊട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മുടിയുള്ള ആളാണ്, കുറച്ചെങ്കിലും മുടിയുണ്ട് എൻ്റെ തലയിൽ. ഞാൻ മൊട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമല്ല. അപ്പൊ അതുകൊണ്ട് മൊട്ടയടിക്കുക എന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്മാറണം. ഞങ്ങൾ ഒരു പരാതിയും ഉന്നയിക്കില്ല. അദ്ദേഹം മൊട്ടയടിച്ചില്ല, എന്തുകൊണ്ട് അടിക്കാത്തത്, അതൊന്നും ഞങ്ങളിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഒരു വാശിക്കൊരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. തോൽക്കുമെന്നുള്ളത് ഉറപ്പ്. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പ്, അതിലൊരു സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മൊട്ടയടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്.